നമുക്കൊരു അടിപൊളി മിനി ഓർഗനൈസർ സ്റ്റിക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി പിന്നെ ഈ സൈഡിലോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ടൊരു കോർണർ ഇങ്ങനെയും ആ 2 ഷീറ്റ്സ് വരുന്ന കോർണറിൽ ഒരെണ്ണം മാത്രം ഇങ്ങനെ മടക്കുക. അതായത് സംഭവം ഒരു ബോക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ക്ലിപ്പ്, സ്ക്രഞ്ചീസ്, വാഷി ടേപ്സ് അങ്ങനെ എന്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. എൻ്റെ ടുട്ടുകുട്ടീനെ അറിയാലോ, മെയിനായിട്ട് അതിനെവിടെ വെക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്യാമെന്ന് ഓർത്തത്. ആളും നല്ല എൻ്റെ റൂമിൽ മുങ്ങിയിട്ട് അപ്പുറത്തെ റൂമിലാണ് പൊന്തിയത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ആകുമ്പോൾ ഈ രണ്ട് സൈഡ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഈ ഫോൾഡ് മറ്റേ ഫോൾഡിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ ചെയ്താൽ നമ്മുടെ ബോക്സ് റെഡി. ഇനി വേറൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കി ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പെട്ടിൻ്റെ ബാക്കിൽ ഒട്ടിക്കുക. ഇനി വേറൊരു പേപ്പർ നമ്മുടെ ബോക്സിൻ്റെ അളവിലെടുത്തിട്ട്, അതായത് ഒരു ഇത്തിരി ലൂസ് ആയിരിക്കണം, എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ മിനി ഓർഗനൈസർ സ്റ്റിക്കർ റെഡിയാണ്. ഇനിയിപ്പോൾ ക്യൂട്ടാക്കാൻ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് കൊടുത്തോ. ഇനി നിങ്ങൾക്ക് ഏത് സൈസിലുണ്ടാക്കാം, സ്ക്വയർ ഷീറ്റ് ആയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് കൊടുത്തോ. ഞാൻ ടുട്ടുകുട്ടീനെ ഇടാൻ വേണ്ടി ഇത് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എന്താ കഥ, പുള്ളിക്കാരനെ പിന്നെയും കാണാനില്ല. അടിപൊളി. എന്തായാലും നമ്മുടെ ഓർഗനൈസർ സ്റ്റിക്ക് അടിപൊളിയായില്ലേ? അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ വൈകാതെ ഒരു അടിപൊളി ക്രാഫ്റ്റ് സീരീസ് തുടങ്ങുന്നുണ്ട്. അതെന്താണെന്നൊക്കെ വഴിയ വീഡിയോ ചാനലിൽ വരും. അപ്പോൾ മിസ്സായി പോവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.